ഇത് മുറിക്കുക എന്നുള്ളത് ധീരന്റെ മാത്രം ലക്ഷണമാണ്. അറക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. ധീരൻ മാത്രമാണ് ഇതിന്റെ വഴി അറുക്കുന്നത്. അറിയാതെ, വേദനിക്കാതെ, വേദനിപ്പിക്കാതെ, സന്തോഷപൂർവം. ഒരു സ്ത്രീ അവളുടെ നേരെ നിങ്ങൾ നോക്കുമ്പോൾ വന്നോളൂ, ഇരുന്നോളൂ, കഴിച്ചോളൂ, എന്താണെന്ന് ചോദിച്ചോളൂ എന്ന മട്ടിൽ സൗമ്യശീലയായി നിൽക്കുമ്പോഴും ഏതോ ഒരു അദൃശ്യ ശക്തി അടുത്തേക്ക് പോകണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞ് അകറ്റുന്നു എങ്കിൽ അവൾ നിങ്ങളുടെ ബന്ധം മുറിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ നിങ്ങളുടെ ബന്ധം മുറിക്കുന്നത് കൊണ്ടാണ് അവൾ രക്ഷപ്പെടുന്നത്. ആ രക്ഷ പൂർണ്ണമാണ്. റൈറ്റ്? ആ രക്ഷ പൂർണ്ണമാണ്. അതിനെ അവളുടെ അകത്തെ പതിയിൽ വ്രതമുള്ളവൾ എന്ന അർത്ഥത്തിൽ പതിവ്രത എന്ന് വിളിക്കും. അതല്ലെങ്കിൽ ഒട്ടേറെ വിഷയലോകങ്ങളാകുന്ന പതികളാൽ ചുറ്റപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ പതിവ്രത എന്ന് വിളിക്കും. അച്ചടിപ്പിശാചു വന്നാൽ രണ്ടുമായി. വാക്കുകൾ തമ്മിൽ ഈശ്വര ഭേദമേ ഉള്ളൂ. ഇത് നന്നായി അറിഞ്ഞവരാ നമ്മുടെ പൂർവികർ, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ കൂടി. അതുകൊണ്ടിത് എങ്ങനെയാണിത് മുറിക്കുക? കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ പോയി സാധന ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ് നിങ്ങളുടെ സാധന? അവനെ അടിപ്പിക്കണ്ട, വേണ്ട, അതെന്തും വേണ്ട. അപ്പൊ അത് വേണ്ടെന്നേ അർത്ഥമുള്ളൂ. അതിനേക്കാൾ കൂടിയ വേറെണ്ണം വേണമെന്നാ. അതുകൊണ്ടാണ് ഏത് ഇതിനകത്ത് പെട്ടാലും പെട്ടതിൽ നിന്ന് നിങ്ങൾ മോചനം നേടിയാൽ അതിലും വലുതിൽ പെട്ടുകിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാലിലെ കുരുക്ക് അഴിച്ചുവിട്ടു എന്ന് വിചാരിക്കുമ്പോൾ രണ്ട് കാലിലും കുരുക്ക് വീണിട്ടാണ് ഇത് അഴിച്ചിരിക്കുന്നത്. അല്ലാതെ അഴിക്കാനാവില്ല. ധീരൻ കുരുക്കഴിക്കുന്നത് അങ്ങനെയല്ല. അതില്ലാതാവുക, അവന്റെ അറിവിൽ ഭസ്മമാവുക. അതുകൊണ്ട് സാധന എന്ന് പറയുന്നത് വെറും ലൗകികമായി കരുതിയ പോലെ, ഉദാഹരണം പോലെ ചാരുവായി പോണം. നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമ്പോഴും നിങ്ങൾക്കൊന്നും പറയാനാവാത്തത് അച്ഛന്റെ ആന്തരിക ശക്തി കൊണ്ടാണ്. നിങ്ങളുടെ അച്ഛനെ കിട്ടിയാൽ പലതും പറയാൻ നിങ്ങൾ ചെല്ലും, പറയാൻ പറ്റില്ല. എല്ലാം പറയാവുന്ന ഒരു അച്ഛനെ, എല്ലാം മൂളിക്കേൾക്കുന്ന ഒരു അച്ഛനെ കിട്ടിയാൽ നിങ്ങൾക്ക് തുടർന്ന് എല്ലാം ചെയ്യാവുന്ന ഒരു ലൈസൻസ് ഉണ്ടാവും. നിങ്ങളുടെ കാഴ്ചശക്തികൾ നഷ്ടപ്പെടും, നിങ്ങളുടെ കേൾവി ഇല്ലാതാവും, നിങ്ങളുടെ അന്ധത കൂടും. അവസാനം അച്ഛനും മകനും ഒരുമിച്ച് അപകടത്തിലെത്തും. അച്ഛനും മകനും ഒരുമിച്ച് അപകടത്തിലെത്തും. അച്ഛനും രക്ഷിക്കാനാവില്ല. പഴയ കാലത്ത് ഈ അന്തരംഗ സാധനയിലാണ് അച്ഛൻ ഉയർകൊണ്ടുവന്നത്. ഇന്ന് അച്ഛൻ സുഹൃത്താണ്. ഇന്ന് അച്ഛൻ മാത്രമല്ല, മറ്റെല്ലാമാണ്. അച്ഛൻ അമ്മയാണ്, അച്ഛൻ അമ്മൂമ്മയുമാണ്. അച്ഛൻ മാത്രമല്ല. പൂർണ്ണമായ സ്വാതന്ത്ര്യം പൂർണ്ണമായി നിലനിൽക്കുമ്പോഴും സ്വന്തം വാസനകൾ തടയുന്ന ഒരു അസ്വാതന്ത്ര്യം, അതിലതിന്റെ സാധന.
അതിന്റെ വൈകാരിക തന്തുക്കൾ വളരെ ലോലങ്ങളാണ്. വൈചാരിക വിദ്യാഭ്യാസത്തിൽ ഇതിന് പദ്ധതികളില്ല. ഇതിന്റെ പദ്ധതികൾ അത്രയും വൈകാരിക വിദ്യാഭ്യാസത്തിന്റെ തലങ്ങളിലാണ്, ഇമോഷണൽ ലിറ്ററസിയുടെ തലങ്ങളിൽ. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്ത് ബൗദ്ധിക വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രസക്തിയില്ല. എപ്പോൾ നിങ്ങളുടെ ആധ്യാത്മിക ലോകം ഉണരുന്നുവോ അവിടെ ബുദ്ധി അപ്രധാനമാവുകയും ഹൃദയം പ്രാധാന്യമുള്ളതായിത്തീരുകയും ചെയ്യും. വിദ്യാഭ്യാസത്തെ യുക്തിഭദ്രങ്ങളെന്നോ യുക്തി അധിഷ്ഠിതങ്ങളെന്നോ യുക്തി അതീതങ്ങളെന്നോ ഒക്കെ വ്യാഖ്യാനിച്ചേക്കാവുന്ന യുക്തിയുടെ സീമകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഹൃദയത്തിന്റെ സജീവവും സലളിതവുമായ ലോകങ്ങളിൽ സേചനം ചെയ്ത് പരിശുദ്ധമാക്കുമ്പോൾ, പരിപൂരിതമാക്കുമ്പോൾ ആത്മവിഭൂതിയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടികൾ ഉണർന്നു വരും. അവിടെ സജീവമായ സചേതനമായ ചേതോമുഖന് എങ്ങോട്ടും വികസിക്കുവാൻ കഴിയുന്ന ഒരു ലളിതമായ വൈകാരിക വിദ്യാഭ്യാസമുണ്ട്. വൈകാരിക സാക്ഷരത. ഒരമ്മ രാവിലെ എല്ലാവർക്കും ആഹാരം കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു എന്നുറപ്പുവരുത്തി ആഹാരം എടുത്തു വെച്ച് കഴിക്കാനിരിക്കുമ്പോൾ കിടാവിന് വെള്ളം കൊടുത്തില്ല. അത് പട്ടിണിയായി കാണും. ദൈവമേ, കൊച്ചു കിടാവാണ്. ആഹാരം ഇട്ടിട്ട് ഓടിപ്പോയി അതിന് വെള്ളം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നു. ആഹാരം കഴിക്കാനിരിക്കുന്നത് ഏത് തലത്തിലാണ്? അതൊരു കിടാവല്ലേ, മൃഗം, മനുഷ്യനെ പോലാണോ? ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതേത് തലത്തിലാണ്? പദങ്ങള് ഒട്ടേറെ ഇതിനോട് സാദൃശ്യമുള്ളതുണ്ട്. ഇതിന്റെ അടുത്ത് വരെ വരുന്ന ഒരുപാട് പദങ്ങൾ ആംഗലേയ ഭാഷയിലും മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലും ഒട്ടേറെ പദങ്ങളുണ്ട്. ഞാനതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷ ഉപയോഗിച്ചതേ ഉള്ളൂ, വൈകാരിക സാക്ഷരത. ആ കുഞ്ഞു കിടാവിന് ഈ പട്ടിണിയായ അമ്മ വെള്ളം കോരി കൊടുക്കുമ്പോഴും അത് ആ കാളക്കുട്ടി ആ പിണ്ണാക്ക് വെള്ളത്തിനടിയിലേക്ക് അതിന്റെ മോന്ത കൊണ്ടുപോയി ഇനിയും ലയിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത കരരൂപത്തിലുള്ള പിണ്ണാക്കിന്റെ അംശങ്ങള് തിന്നാനൊരുങ്ങുമ്പോ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചിട്ട് വേണ്ട ഈ സത്തായ പിണ്ണാക്ക് തിന്നാനെന്ന് അതിന് തോന്നി. അത് ആ പിണ്ണാക്ക് തന്നെ തിന്നാൻ അതിന്റെ മോന്ത മുക്കുമ്പോൾ അമ്മ അറിയാതെ ലാളിത്യത്തോടെ അടിയിൽ നിന്ന് ആ പിണ്ണാക്ക് വെള്ളത്തിന്റെ മോളിൽ പതുക്കെ പൊക്കിക്കൊണ്ടുവന്ന് തന്റെ കയ്യിൽ വെച്ച് കയ്യെ കൂടെ കടിച്ച് അത് തിന്നുമ്പോൾ അനുഭവിക്കുന്ന ഒരു രോമാഞ്ചവും ആ മാറിടം ചുരക്കുന്നതും അത് കാളയാണെന്നോർത്തല്ല, അത് കാളക്കുട്ടിയാണെന്നോർത്തല്ല, തന്റെ കുഞ്ഞുമായി താതാത്മ്യം പ്രാപിക്കുന്ന, അതിന്റെ ജീവനുമായി താൻ തന്നെ താതാത്മ്യം പ്രാപിക്കുന്ന വൈകാരിക അവസ്ഥയുടെ അത്യന്ത സുന്ദരമായ ഒരു ലോകത്തുകൂടി ഒരു നിമിഷം അമ്മ കടന്നു പോകുമ്പോൾ ചുരക്കുന്ന മാറിടത്തിൽ നിന്ന് 1000 രോഗങ്ങളാണ് ഒന്നിച്ചിറങ്ങിപ്പോവുക. അത് ചുരക്കാത്തവരുടെ ബ്രസ്റ്റ് മുറിച്ചെങ്കിൽ അത് വൈകാരിക സാക്ഷരതയുടെ കുറവാണ്, അറിവിന്റെ കൂടുതലല്ല.
ഇതിന് നിങ്ങൾ സിറ്റിയിൽ ജീവിച്ചാൽ പറ്റില്ല. കാരണം അവിടെ ഈ കിടാവിനെ വളർത്താനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അന്തരംഗ സാധനം കിട്ടില്ല. ഇതൊരു ഗ്രാമീണ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. ഇത് നൈസർഗിക ചോദനയുടെ അന്തസ്ഥ ചൈതന്യമാണ്. ഇനിയും ജന്മങ്ങൾ ഉണ്ടാവട്ടെ. ഇനിയൊരിക്കലെങ്കിലും ഗ്രാമീണതയെ പുലുകി ജീവിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഗ്രന്ഥസമുച്ചയങ്ങളുടെ അലകും പിടിയും അഴിച്ചു പറിച്ചു പഠിച്ചാൽ കിട്ടില്ല. ഈ അമ്മയുടെ അതേ വേദനയാണ് തന്റെ അച്ഛന്റെ അസാന്നിധ്യത്തിൽ ജോലിക്ക് പോയ അച്ഛൻ ഏൽപ്പിച്ചു പോയ മുട്ടുശാന്തിക്ക് പൂർണ്ണമായി ഇനിയും പൂജകൾ പഠിച്ചിട്ടില്ലാത്ത പുത്രൻ സങ്കല്പങ്ങളുമായി ചെന്ന് പൂജാനിവേദ്യങ്ങൾ വച്ച് ഭഗവാനോട് സ്വീകരിക്കാൻ പറയുമ്പോൾ സ്വീകരിക്കാത്ത ഭഗവാനെ നോക്കി കരഞ്ഞ് നെഞ്ചത്തലച്ച് നീ കഴിച്ചില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ വിഗ്രഹത്തെ ചൈതന്യധന്യമാക്കി ഇറങ്ങി വന്ന് അതിൽ നിന്നൊരു രൂപം ആ പ്രസാദം കഴിച്ചു എന്ന് പറയുന്നത് അതവന്റെ അച്ഛൻ ഒരിക്കലും കാണാൻ യോഗം ഉണ്ടാവില്ല. കാരണം അച്ഛന്റെ സാക്ഷരത വൈചാരികമാണ്. ഈ കഥ വായിച്ചാൽ കഥയായി മാത്രമേ നിങ്ങളുടെ തലയിൽ കയറുള്ളൂ. അത് അനുഭവമായി കയറില്ല. കാരണം നിങ്ങൾക്ക് വൈചാരിക സാക്ഷരതയുള്ളൂ, വൈകാരിക സാക്ഷരതയില്ല. അതിപ്പോഴും ഉള്ളവരുണ്ടാവും. അവർക്കുള്ളതായി ലോകം. അവരൊരു പ്രത്യേക യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് ഒന്നിച്ച് ഒരു നാട്ടിലൊക്കെ ജീവിക്കുക, ഒരേ തരത്തിലുള്ള ആഹാരമൊക്കെ കഴിക്കുക, രാവിലെ ചായ കുടിച്ചു, പുട്ടും കടലയും കഴിച്ചു, അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിച്ചു, ഉച്ചയ്ക്ക് ചോറും കറിയും കഴിച്ചു, ഒരേപോലുള്ള സാധനമൊക്കെ കഴിച്ചു, ഒരേപോലെ ജീവിച്ചു, ഒരേപോലെ വസ്ത്രം ധരിച്ചു ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിലും ഈ സാക്ഷരത വൈകാരികമാവുമ്പോൾ അതിന്റെ ലോകങ്ങൾ രണ്ടാണ്. യുഗങ്ങളുടെ അന്തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ യുഗത്തിൽ പോലുമല്ല. നമ്മൾക്ക് വിചാരിക്കുന്നു നമ്മളിപ്പം കലികാലത്തിൽ ജീവിക്കുന്നു. അല്ല, ചില സത്യയുഗത്തിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം കേൾക്കേണ്ടി വന്നിട്ടില്ലാത്തവരുണ്ട് ഈ ലോകത്ത്. ഇന്ന് വരെ ഒരു കള്ളവും പറയേണ്ടി വന്നിട്ടില്ലാത്തവരുണ്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പറ്റുകയില്ലാന്നോ ഉത്തരം. നമുക്ക് പറ്റുകയില്ലാത്തത് കൊണ്ട് ആർക്കും പറ്റുകയില്ലെന്ന് നമുക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ബട്ട് ലോകം അങ്ങനെയല്ല. കാരണം നമ്മുടെ ഭാഗ്യവും ദൗർഭാഗ്യവും പോലെ നാം ഒന്ന് വീഴുന്നതായി ചുറ്റുപാട്. ചില കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, ഇവനെ പ്രസവിച്ച അമ്മയാരാ, ഇവന്റെ അച്ഛനാരാ, ഇവനെ പഠിപ്പിച്ച സ്കൂൾ ഏതാണ്, ഇവൻ എവിടെ നിന്നാണ് ഈ വിദ്യാഭ്യാസം നേടിയത് എന്നൊക്കെ ചില കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നുകയല്ലേ. അപ്പൊ നമ്മളാരും പഠിച്ചിടത്തല്ല അവൻ പഠിച്ചതെന്നുള്ളത് തീർച്ചയല്ലേ. അറ്റ്ലീസ്റ്റ് നമ്മളെ പ്രസവിച്ച പോലെ ഒരു അമ്മ പ്രസവിച്ചതല്ലാന്ന് നമുക്ക് ബോധ്യമല്ലേ. ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നും, ചില കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടാ തോന്നും എന്താ സാധനം. ഒരു കുഞ്ഞുണ്ടാകുകയാണ് ഇതുപോലെ ഉണ്ടാവും. പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനും എന്റെ ഭർത്താവും ചേർന്നല്ലേ ഉണ്ടാകുന്നത്, അതുപോലെ ആവും. ഒരുത്തൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ് കുറെ കാലം ഇരുന്നാലും, ഒരുത്തൻ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞ് കുറെ കാലം ഇരുന്നാലും, കുറെ നേരത്ത് ഇത് ഉരുണ്ടതാണെന്നും കുറെ നേരത്ത് ഇത് പരന്നതാണെന്നും മുകളിൽ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഇത് നോക്കിയാൽ ഉരുണ്ടതാണെന്നും ഭൂമിയിൽ കിളക്കുകയും പണിയുകയും ചെയ്യുമ്പോൾ പരന്നതാണെന്നും ഒക്കെ വിശ്വസിച്ചാലും മനസ്സിലായില്ല. എങ്ങനെ വിശ്വസിച്ചാലും ജീവിതം ആർക്ക് ആനന്ദകരമാണെന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളൊക്കെ ഭൂമി ഉരുണ്ടതാണെന്നാണ് വിശ്വസിക്കുന്നത്. വീട് വെക്കാൻ നേരത്ത് സ്ഫെറിക്കൽ സർഫസിലാണോ പ്ലാൻ കാണുന്നത്? 1/3 πr² ഒക്കെ വെച്ച് പ്രായോഗിക തലത്തിൽ ഈ ഭൂമി പരന്നതാണ്. പരക്കാത്തിടത്ത് പരത്തിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്.
അപ്പൊ നിങ്ങളുടെ പ്രായോഗിക ജ്ഞാനവും അനിഷേധ്യമായ ശാസ്ത്രജ്ഞാനവും ആ ഭൗതിക രംഗത്ത് പോലും പരസ്പര വിരുദ്ധമാണ്. നിങ്ങളുടെ എല്ലാ വീടുകളും തച്ചൻ വന്ന് പ്ലാൻ കണ്ടുണ്ടാക്കി തന്നതാണെങ്കിൽ റെക്ടാങ്കുലറാണ്. റെക്ടാങ്കുലർ അല്ലാത്തതൊക്കെ ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. പക്ഷെ ഭൂമി അതിന്റെ സ്വഭാവേന റെക്ടാങ്കുലർ അല്ല. വിചിത്രമല്ലേ ഈ ലോകം? വിചിത്രമല്ലേ അറിവ്? വിചിത്രമല്ലേ ചിന്തകൾ? സമഗ്രമാണ്. അതിൽ സ്വേച്ഛയുടെ അംശമുണ്ടാവും. കാരണം എനിക്ക് മോക്ഷം എന്നുള്ളത് പ്രാധാന്യമുള്ളതാവുകയും ബന്ധം എനിക്ക് അപ്രധാനമാവുകയും ചെയ്യുമ്പോൾ മോക്ഷത്തിനുള്ള ഇച്ഛയെന്ന മുക്തി, മോക്തുമിച്ഛ, മുമുക്ഷുത എന്ന സ്വേച്ഛയുണ്ട്. ഭൗതിക വ്യാപാരങ്ങളോടുള്ള സ്വേച്ഛയില്ലെങ്കിലും ഇതിൽ നിന്നെല്ലാം മോചനം നേടി എന്നെ സ്വതന്ത്രനാക്കുന്ന മോക്തുമിച്ഛ എന്ന മോക്ഷേച്ഛ എന്നിൽ നിലകൊള്ളുമ്പോൾ അതിൽ സ്വേച്ഛയുടെ അംശമുണ്ട്. എന്നെ മോചിപ്പിക്കുന്നത് ഞാനെന്ന സങ്കുചിതമായ സത്വരജസ് തമസ്സുകൾ ആന്തോളനം ചെയ്യുന്ന ജീവഭാവമാണ്, ഞാനതല്ല, എല്ലാം ചേർന്നതാണ് എന്ന് വരുമ്പോൾ അതിൽ മറ്റൊരുവന്റെ ഇച്ഛയെ അംഗീകരിക്കുന്ന പരേച്ഛയുണ്ട്. ഈ എന്റെ ഇച്ഛയും പരേച്ഛയും അതിക്രമിക്കുന്ന ജീവസന്ധായകമായ പ്രകൃതിയുടെ ആന്തോളനങ്ങളാണ് എന്നിൽ നടക്കുന്നതെന്നും എന്റെ ഫ്രീവിലിന് പ്രസക്തിയില്ലെന്നും എന്റെ അബോധമാണ് ഇത് നയിക്കുന്നതെന്നും ഞാൻ അറിയുമ്പോൾ അത് അനിച്ഛയുമാണ്. സ്വേച്ഛയെന്നോ പരേച്ഛയെന്നോ അനിച്ഛയെന്നോ പറയാൻ അറിയാത്ത ഒരബോധ പ്രക്രിയയാണ് വൈകാരിക സാക്ഷരതയുടെ ആന്തോളനത്തിന്റെ അടിസ്ഥാന തന്തു. അത് സാമൂഹ്യ ചിന്തയുടെ തലങ്ങളിൽ, പുരോഗമന ചിന്തകളുടെ തലങ്ങളിൽ, ശാസ്ത്രത്തിന്റെ ചിന്തകളിൽ ഇല്ലാതാകുന്നതും കവിയുടെ അടിസ്ഥാന ചിന്തകളുടെ അന്തരാളങ്ങളിൽ രൂപപ്പെടുന്നതുമാണ്. എപ്പോൾ ശാസ്ത്രം കവിതയിലേക്ക് മടങ്ങുന്നുവോ, എപ്പോൾ കവി ശാസ്ത്രകാരനാകുന്നുവോ, അപ്പോൾ മാത്രം സംജാതമാകുന്നതാണ് വൈകാരിക സാക്ഷരത. ശാസ്ത്രം വൈകാരിക സാക്ഷരതയെ കൊന്നുകളയുന്നതാണ്. ഞാൻ പറഞ്ഞൊന്നും എന്റെ സ്വന്തമല്ല, പേറ്റന്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. പലരുടെ ആയതുകൊണ്ടാണല്ലോ ഞാൻ പേറ്റന്റ് എടുക്കുന്നത്. സ്വന്തം സാധനത്തിന് പേറ്റന്റ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അത് എല്ലാവരുടെയാണല്ലോ. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ആരോടെങ്കിലും വൈകാരിക സാക്ഷരത എന്നൊക്കെ പറയുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം, അനുമതി ചോദിക്കണം. പലപ്പോഴും ഞങ്ങൾ പേറ്റന്റ് എടുക്കുമ്പോൾ, സ്വാമിമാരായതുകൊണ്ട് ഞങ്ങളൊക്കെ പേറ്റന്റ് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പോലല്ല. നിങ്ങൾ എടുക്കുമ്പോൾ സ്വാർത്ഥത കൊണ്ട് എടുക്കുന്നതാണ്. ഞങ്ങൾ എടുക്കുമ്പോൾ ബൗദ്ധിക സ്വത്തവകാശം കശ്മലന്മാർ എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മുൻകരുതൽ മാത്രമാണ്. മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ശിഷ്യന്മാരും ശിഷ്യന്റെ ശിഷ്യന്മാരും ഒന്നും കശ്മലന്മാരാവില്ലെന്നും ലോകം എപ്പോഴും കശ്മലന്മാരാണെന്നും ഞങ്ങളുടെ ചിന്തയുടെ അന്തർമണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ലോകം നാളെ ഇതെടുത്ത് കുഴപ്പത്തിൽ വരുത്താതിരിക്കാൻ, ഇതെന്റെ പാരമ്പര്യത്തിൽ പ്രതിഷ്ഠിക്കാൻ എന്റെ മക്കൾ മോശമാവില്ല, എനിക്ക് ഉറപ്പാണ്. മക്കളെ മോശമാവില്ലല്ലോ, അത് എന്റെ മക്കൾ. അപ്പോ അങ്ങനെയാണെങ്കിലും അതില് തെറ്റുപറ്റില്ല. അതുകൊണ്ടാണ് പേറ്റന്റ് എഴുതുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ വാക്കെല്ലാം ശാസ്ത്രത്തിൻ്റെതാണ്. അതൊക്കെ പൂർവന്മാര് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിലൊന്നും ഒരു പുതുമയില്ല. ലിറ്ററസി വളരെ പ്രധാനമാണ്. നിങ്ങൾ അക്ഷരം പഠിപ്പിക്കാൻ
സാക്ഷരതാ മിഷനും സാക്ഷരതാ സമിതിയും ഒക്കെ ചെല്ലുമ്പോൾ സത്യത്തിൽ അവന്റെ വൈകാരിക സാക്ഷരത നശിപ്പിച്ച് നിങ്ങളൊരു വൈചാരിക സാക്ഷരത ഉണ്ടാക്കിക്കൊടുത്ത് അവനെ നിരക്ഷരനാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ 4 മണിക്ക് എത്തിയാൽ നിങ്ങൾ വാതിൽക്കലേക്ക് ഇറങ്ങി വന്ന് അല്പനേരം അവിടെ കൈവച്ച് കടത്തിവിടാതെ വർത്തമാനം പറഞ്ഞ് വേഗം സ്ഥലം വിട് എന്ന് നിങ്ങളുടെ ബോഡി കൊണ്ട് തോന്നിപ്പിച്ച് വിടുന്നത് അവനെ കൂടെ പഠിപ്പിക്കുകയാണ്. വരുമ്പോഴേ അവൻ ഒരു ഗ്ലാസ് വെള്ളം തന്നത് അവനതിന്റെ പ്രയോജനം കാക്ഷിക്കാതെ നിങ്ങൾക്കുണ്ടായിരുന്നിട്ട് കൂടി നിങ്ങൾക്ക് വെള്ളം തന്ന് നിങ്ങളെ സൽക്കരിച്ചത് നാളെ ആലോചിച്ചു കൊടുക്കേണ്ടതാണ് എന്നവനെ പഠിപ്പിച്ച് ഉള്ള വെള്ളം കുടിപ്പിക്കാതിരിക്കുകയാണ്. അവന്റെ പറമ്പിലെ കപ്പ പറിക്കുമ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ അവിടെ എത്തുമ്പോൾ അവനെ പറിച്ച കപ്പയിൽ നിന്ന് കുറെ കൊട്ടയ്ക്കകത്താക്കി അവന്റെ മക്കളെ തന്നെ വിളിച്ച് അവന്റെ തലയിൽ വെച്ചു കൊടുത്ത് അവിടെ ആ ആളിന് വരാൻ പറ്റിയിട്ടില്ല, ഇങ്ങോട്ട് എത്താൻ ഒക്കില്ല, കിടക്കുകയാണ്, വീട്ടിലൊന്നുമില്ല, ആദ്യം ഇതവിടെ കൊണ്ട് കൊടുക്ക്, എന്നിട്ട് നീ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ആ സ്വഭാവത്തിൽ ആ കിടക്കുന്നയാളിൽ നമുക്കിനി പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് അവർക്കല്ല കൊടുക്കേണ്ടത്, നാളെ പ്രയോജനം തരുന്നവന് കൊടുത്താൽ മതി എന്ന് പഠിപ്പിക്കുന്നതാണ് ഇന്ന് സാക്ഷരത. ചുരുക്കത്തിൽ അവനെ നിരക്ഷരനാക്കുന്നു നിങ്ങൾ. ക്ഷരത്തിൽ നിങ്ങൾ വിദ്യ അഭ്യസിപ്പിക്കുന്നു, അക്ഷരത്തിലല്ല. മറ്റതൊക്കെ നമ്മൾ അറിഞ്ഞാലും അറിവായി തീരുകയല്ല. ഇന്ത്യൻ പ്രസിഡന്റിന് ഭരണഘടന പിടിച്ച് സത്യം ചെയ്ത് അധികാരമേറ്റ ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യയുടെ ഭരണഘടനയിലെ നിയമങ്ങൾ അറിയില്ല. ഒരവശ്യഘട്ടം വന്നാൽ 4 നിയമോപദേഷ്ടാക്കളെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. അതിൽ നിന്ന് തന്നെ നിയമത്തിന്റെ ദുർബലത മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒരുവന് അവന്റെ ബോധ്യത്തിൽ വന്നിട്ട് അവന്റെ സ്വഭാവമായി തീർന്നിട്ട് കർമ്മം ചെയ്യുമ്പോൾ അവനിൽ ഇരുന്നു കൊണ്ട് തടയേണ്ടതാണ് യഥാർത്ഥ നിയമം. കർമ്മം ചെയ്തു കഴിഞ്ഞ് അവനെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോൾ ബുദ്ധിജീവികളിൽ നിന്ന് ബൗദ്ധികമായ കസർത്ത് നടത്തി വെറുതെ വിടുകയോ ശിക്ഷിക്കുകയോ ചെയ്യുവാനുള്ള ഒരു നിയമം തന്നെ ഒരു മനുഷ്യന്റെ നിരക്ഷരതയുടെ ഏറ്റവും വലിയ വെളിച്ചമാണ്. വക്കീലന്മാർ ഒരാളെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിലൊക്കെ കയറി കസറുമ്പോ അവരുടെയൊക്കെ ഒരു വിനയാന്വിതമായ അഭിപ്രായവും കൂടെ നല്ലതാണ്. Am I right, advocate? എന്ന് പറഞ്ഞാൽ ഒരു നിയമം ഒരുവന് ബോധ്യപ്പെട്ട് അവന്റെ അറിവ് അല്ലെങ്കിൽ ശാസ്താവായിരുന്ന് ശാസിക്കുന്നവനായി ആ കർമ്മവേളയിൽ നീ അത് ചെയ്യരുത് എന്ന് പ്രേരിപ്പിക്കുന്നത് നിയമവും അറിവുമാണ്. അതിനു പകരം അവൻ ചെയ്യുന്ന വേളയിൽ അവനിൽ നിന്ന് ആരോ അത് ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ് അവനല്ലാത്ത 2 ബുദ്ധിജീവികൾ, ഒരുത്തൻ അവൻ അനുകൂലമായും ഒരുത്തൻ അനുഭവിച്ചവൻ അനുകൂലമായും കോട്ടിട്ട് കസറി ഇവനെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇതിന് ശേഷം വരുന്നൊരു നിയമം പോറലുള്ളതാണ്, വികലമാണ്, മനുഷ്യ സ്വസ്ഥതയെ കെടുത്തുന്നതാണ്, മനുഷ്യന്റെ ആനന്ദത്തെ ഇല്ലാതാക്കുന്നതാണ്, മനുഷ്യന്റെ അധപ്പതനത്തിന്റെ എല്ലാ വാക്കും പ്രവൃത്തിയുമാണ്. എന്നാലും കേട്ടിട്ട് ശരിയും തെറ്റും കലർന്നതാണെന്നെങ്കിലും അതെ ആയിക്കോട്ടെ, എന്നിരുന്നാലും പൂർണ്ണമായി തെറ്റല്ല. അതുകൊണ്ടാണ് നീതി വരുമ്പോ ഈ പ്രശ്നമാണ്. അവിടെ
ബുദ്ധിയാണ് ജയിക്കുന്നത്, നീതിയല്ല. That's right. അത് ശരിയാണ്. നീതിമാനായ ജഡ്ജിക്ക് പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ്. അതെ, അതിന് പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ് ഒരു ക്രിമിനൽ ലോയറുടെ ബുദ്ധിയെങ്കിൽ അത്രയല്ലേ ചെയ്യാൻ പറ്റൂ. കൂടുതലും അങ്ങനെയല്ലേ വരിക. അതെ, അപ്പോ കൂടുതലും അങ്ങനെയല്ലേ വരിക. That means a criminal lawyer is not a criminal, but he is advocating criminals. അതെ, തൊഴിലെന്ന നിലയിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം. മനസാക്ഷിയെ സത്യം ആണ് പറയാൻ പോകുന്നതെന്ന് കോടതിയിൽ തന്റെ കക്ഷി പറയുമ്പോൾ അത് സത്യമല്ല പറയുന്നതെന്ന് കൃത്യമായി അറിയുന്ന ഒരേ ഒരാൾ ആ അഡ്വക്കറ്റ് ആയിരിക്കെ അയാൾ സത്യം ലോകത്തോട് പറഞ്ഞാൽ ഈ എല്ലാ കുറ്റകൃത്യങ്ങളും അസ്തമിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ടല്ല ചോദിച്ചു, എനിക്കിതിനകത്തൊരു രസമുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നല്ലപോലെ രസമുള്ള ആളിനോടാണെന്ന് വിചാരിച്ചാ ചോദിച്ചു. അല്ലാത്തവരോടാ ചോദിച്ചെങ്കിൽ ഇപ്പം നമ്മുടെ പല്ലും കയ്യും ഒക്കെ. അതുകൊണ്ടാണല്ലോ ഞാൻ വേറുള്ളവരാരെങ്കിലും അഡ്വക്കേറ്റ് ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതിനിടെ എനിക്കറിയിട്ട് ഒരേ ഒരാളാക്കാണ്. അതിന്റെ രസം എനിക്കും അങ്ങേക്കും ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്.